ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കളക്ടറായി ചുമതല ഏറ്റതിന്റെ നിരാശയിൽ സംസാരിക്കുന്ന സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നീ ഒരു മേയറാണ്, അതുപോലെ തന്നെ ഞാൻ ACPയും, മേയറും ACPയും കൂടി ചേർന്ന് നിന്നാൽ അവളെ ഇവിടെ നിന്ന് പുകച്ച് പുറത്താക്കാൻ കഴിയും. നമ്മൾ വിചാരിച്ചാലും പലതും നടക്കുമെന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ എന്ന് ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് സുസ്മിത അത് ശരിവെക്കുന്നു. അത് കേട്ട് നിന്ന ജഗദീപ് അവരുടെ നടക്കാത്ത മുഖത്തെ കുറിച്ച് ഓർത്ത് ചിരിക്കുന്നു. അപ്പോഴേക്കും ജഗദീപ് അങ്ങനെ പുറത്തു നിൽക്കുന്ന സമയത്ത് ചന്ദ്രബോസും സുസ്മിതയും കൂടി നേരെ കളക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എക്സ്ക്യൂസ് മീ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ACPയും മേയറും പിന്നാലെ ജഗദീപും കൂടി വന്നത് കണ്ട് ഉടനെ കളക്ടറുടെ PA ആയ അനുപല്ലവി പറഞ്ഞു, സാർ, ഇത് ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, അത് മേയറും സ്ഥലം മേയറും ACPയും അല്ലേ, അവരുകൂടി നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തോട്ടെ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ സുസ്മിതയോടൊപ്പം ജഗദീപും അകത്തേക്ക് കയറി ചെന്നു. ഈ സമയത്ത് ശാലിനി പറഞ്ഞു, ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ ഭരണം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊപ്പം നിയമപാലകരും അതുപോലെ തന്നെ ജനസേവകരും നമ്മുടെ കൂടെ ഉണ്ടായേ തീരൂ. അതാണ് ഒരു നല്ല രാജതന്ത്രം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ശാലിനി അവരു കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കട്ടെ എന്ന് പറയുന്നത് കേട്ട് വളരെ അഹങ്കാരത്തോടെ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു, കണ്ടില്ലേരി, നമ്മൾ കൂടി അവളുടെ ഒപ്പം നിന്നില്ലെങ്കിൽ, നമ്മുടെ പിന്തുണ അവൾക്കില്ല എങ്കിൽ അവൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശാലിനി വെറും ഷൂ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് അടക്കത്തിൽ പറഞ്ഞ് ശാലിനിയെ നോക്കുമ്പോൾ ചന്ദ്രബോസിന്റെ സംസാരം തനിക്കെതിരെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശാലിനി ഒന്ന് രൂക്ഷമായിട്ട് ഇരുവരെയും നോക്കി. അപ്പോഴേക്കും ശാലിനി അവിടെ നിന്ന് സുസ്മിതയോട് പറഞ്ഞു, മേയർ ഇരിക്കണം. ഉടനെ PAയുടെ തൊട്ടരികിൽ ചെന്ന് സുസ്മിത ഇരിക്കുന്ന സമയത്ത് ശാലിനി എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടെ ഞാനൊരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശാലിനി വേഗം ആ ഫയൽ എടുത്ത് അതിൽ സൈൻ ചെയ്യാനായി തന്റെ കയ്യിലുള്ള പേന എടുത്തതും ഉടനെ ശാലിനി പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർത്തു. വേഗം തന്റെ ബാഗിൽ നിന്ന് താൻ വളരെ വിലപ്പെട്ടതായി കൊണ്ടു നടക്കുന്ന ആ പെൻ കയ്യിലേക്ക് എടുത്തു. ആ പേന കയ്യിലെടുത്ത് ആലോചിച്ചിരിക്കുമ്പോൾ അന്ന് ശാലിനി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് വിഷ്ണു ശാലിനിക്ക് സമ്മാനമായി നൽകിയ ആ പേനയും അതോടൊപ്പം വിഷ്ണു പറഞ്ഞ കാര്യവും ശാലിനി ഓർമ്മിച്ചു. ഇത് ഇപ്പൊ എഴുതാനുള്ള പേനയല്ല, മറിച്ച് താൻ കളക്ടറായി വന്നതിന് ശേഷം ആദ്യം താൻ സൈൻ ചെയ്യുന്ന ഉത്തരവ് അതിൽ ഈ പേന കൊണ്ടായിരിക്കണം താൻ സൈൻ ചെയ്യേണ്ടത്. അതിനാണ് ഞാനിപ്പോ ഈ പേന തന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞത്. ആ വാക്കുകൾ ശാലിനി ഓർമ്മിച്ചു. അങ്ങനെ അത് ഓർത്തുകൊണ്ട് ശാലിനി തന്റെ കയ്യിലിരുന്ന ആ പേന വെച്ച് വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ തന്റെ ഉത്തരവ്, കളക്ടർ എന്ന നിലയ്ക്കുള്ള തന്റെ ആദ്യത്തെ ഉത്തരവിൽ ശാലിനി സൈൻ ചെയ്തു. ഈ സമയത്ത് വിഷ്ണു ജയിലിൽ അങ്ങനെ കിടക്കുമ്പോൾ ശാലിനി ആ ഫയൽ സൈൻ ചെയ്തിട്ട് അത് നേരെ ACPക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ACP, ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ് ഈ ഫയല്. അത് കേട്ടതും ചന്ദ്രബോസ് അതെന്താണെന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇത് സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയുടെ തോക്കിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ തോക്കിന്റെ ലൈസൻസ് പുനഃസ്ഥാപിച്ചത് കൊണ്ടുള്ള പുതിയ കളക്ടറുടെ ഉത്തരവാണിത് എന്ന് പറഞ്ഞ് ആ ഫയൽ ACPയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കണ്ടതോടെ അതിശയത്തോടെ സുസ്മിതയും ചന്ദ്രബോസും അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു, കൂടാതെ ഇതിന്റെ പേരിൽ നിങ്ങൾ ആരെയെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ വിട്ടയക്കണമെന്ന് ശാലിനി ചന്ദ്രബോസിനോട് അറിയിച്ചു. അത് കേട്ടതോടെ ചന്ദ്രബോസ് സുസ്മിതയെ നോക്കി. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, മാഡം, സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ ശാലിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാളെ ഉടനെ തന്നെ അവിടുന്ന് റിലീസ് ചെയ്യണം എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു, മാഡം, അയാള് എണ്ണം പറഞ്ഞ ഒരു കേടിയാണ് മാഡം. മാഡത്തിന് ലൈസൻസ് പുതുക്കി കൊടുക്കുവാനുള്ള അധികാരം മാഡത്തിനുണ്ട്. എന്നാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് അവരയാളെ വിട്ടയക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നിയമം, അതിനുള്ള അധികാരം പോലീസിനാണുള്ളത് മാഡം എന്ന് ശാലിനിയോട് ചന്ദ്രബോസ് അറിയിച്ചു. ഈ സമയത്ത് വിഷ്ണുവിനെ സെല്ലിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് ഉള്ള ഉത്തരവ് വന്നതിന്റെ വേദനയിൽ ശാലിനിയെ നോക്കി സുസ്മിത ഇരിക്കുമ്പോ ഉടനെ ചന്ദ്രബോസിനോട് സുസ്മിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിയമം അങ്ങനെയാണല്ലോ അല്ലെ, എന്നാ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയ്ക്ക് കളക്ടറുടെ പദവി വെച്ച് ആ അധികാരത്തിന്റെ മേൽ അയാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് ശാലിനി ചന്ദ്രബോസിനോട് അറിയിച്ചു. അത് മാത്രമല്ല,
ഇവിടെ കൃത്യമായി നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്നുകൂടി എനിക്കറിയണം. പിന്നെ ഞാനിപ്പോ ഈ ഉത്തരവിൽ സൈൻ ചെയ്തതുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമാണ്. എന്നാൽ ആ തെറ്റിദ്ധാരണയുടെ മേൽ എനിക്ക് വേണമെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് വേണമെങ്കിൽ ഉത്തരവിടാം. അങ്ങനെ ആരൊക്കെയാണ് ചേർന്നിട്ടാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കണ്ടെത്തിയാൽ നിയമം നൽകിയ പദവികളും അല്ലാതെ ജനങ്ങൾ നൽകിയ പദവികളുമെല്ലാം ഊരി വെച്ചിട്ട് ഒരു സാധാരണ ജനങ്ങളിൽ ഒരാളായി മാറേണ്ടി വരും എന്നുകൂടി എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാനത് ചെയ്യാത്തത് ഇതിനു മുൻപ് ഈ ചെയറിലിരുന്ന ആളോടുള്ള എന്റെ ബഹുമാനം മാത്രം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാതെ ഇരിക്കുന്നത്. പിന്നെ ആ ബഹുമാനം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇനിയും ഇതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടായാൽ ചിലപ്പോൾ ആ ബഹുമാനവും അങ്ങില്ലാതായേക്കും എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതോടെ ചന്ദ്രബോസ് ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, പിന്നെ മിസ്റ്റർ ACP, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലുള്ള ഇതുവരെയുള്ള എല്ലാ കേസിന്റെയും ഹിസ്റ്ററി എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് 24 മണിക്കൂറിനകം എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, ശരി മാം, കൊണ്ടുവരാം. ഈ ഒരു മാസത്തെ അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, ഈ മാസത്തെ അല്ല ചന്ദ്രബോസ്, നിങ്ങൾ ACP ആയി ചാർജ് എടുത്ത നാൾ മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാ കേസുകളുടെയും ഹിസ്റ്ററിയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തില്ലാത്തത് എന്ന് എനിക്കറിയണല്ലോ. ഞാനൊന്ന് മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്യട്ടെ, എല്ലാം ഒന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് അറിയിച്ചു. ചിലപ്പോൾ കേടികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ കേടികളായി മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടി ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശാലിനി ചന്ദ്രബോസിനോട് അറിയിച്ചു. അത് കേട്ടതോടെ ഒന്നും മിണ്ടാതെ ശരി മാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ആൻഡ് വൺ മോർ തിങ്, എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഒരു കംപ്ലീറ്റ് ബ്രീഫിംഗ് ഇവിടെ ഉണ്ടാകണം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അന്നത്തെ ദിവസം പോലീസുകാർ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, അങ്ങനെയുള്ള ആ 24 മണിക്കൂറിനകം എന്തൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ബ്രീഫിംഗ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം എന്ന് ശാലിനി അങ്ങനെ ഒരു ഓർഡർ കൂടി നടത്തിയതോടെ ചന്ദ്രബോസ് അയ്യോ മേഡം എന്നിങ്ങനെ പറഞ്ഞ് അതിനോട് എതിർക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു, ഇറ്റ്സ് മൈ ഓർഡർ. അത് കേട്ടതോടെ ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തിലായ ആകെ കുഴപ്പത്തിലായതുപോലെ ചന്ദ്രബോസ് സമ്മതം മൂളി അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും മേയറുടെ നേരെ തിരിഞ്ഞു ശാലിനി. പിന്നെ മേയർ, ഇന്ന് ഇവിടെ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുതൽ കന്നുകാലി തീറ്റയിൽ വരെ കൈയിട്ട് വാരി കോർപ്പറേഷൻ അങ്ങനെ കുറെ പണം സമ്പാദിച്ചിട്ടുണ്ടെന്നും അങ്ങനെ കുറെ അഴിമതികൾ നടന്നിട്ടുള്ളതുമായി ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അന്വേഷണം ഞാൻ മുന്നോട്ട് വെക്കണോ എന്ന് ശാലിനി എന്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാനാണോ മേയർക്ക് താല്പര്യം എന്ന് ശാലിനി ചോദിച്ചതും ഉടനെ സുസ്മിത പറഞ്ഞു, കരിക്കാം. അത് കേട്ട ഉടനെ ശാലിനി ഒന്ന് നോക്കിയതും സുസ്മിത പറഞ്ഞു, അല്ല, സഹകരിക്കാം. എനിക്ക് മറ്റ് പോലീസുകാരെ പോലെയൊക്കെ ഒരു മുൻവിധിയൊന്നും എനിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സഹകരിച്ചോളാം എന്ന് സുസ്മിത അറിയിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് മനസ്സിൽ പറഞ്ഞു, അപ്പോ നിന്റെ കാര്യം വന്നപ്പോ നീ മനഃപൂർവ്വം എന്നെ തഴഞ്ഞില്ലേ എന്ന് ചന്ദ്രബോസ് മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു, തൽക്കാലം ക്ഷമിക്കണം ചിറ്റപ്പ, എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കിയേ പറ്റൂ എന്ന് സുസ്മിത അങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഈ സമയത്ത് ശാലിനി പറഞ്ഞു, നമ്മൾ ഇവിടെ ജോലിക്കായി വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്ക് നിയമം അനുശാസിച്ച് തന്നിരിക്കുന്ന ഈ ജോലികൾ സത്യത്തിൽ ജനങ്ങളെ സേവിക്കാനല്ല, നമ്മൾ നമ്മളെ തന്നെ സേവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അഴിമതി നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയേ തീരൂ. അതാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ, അങ്ങനെ ആക്കാനായി നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് കേട്ട ഉടനെ ചന്ദ്രബോസിന്റെ അരികിൽ നിന്ന് ജഗദീപ് വേഗം കൈയടിച്ചു. കൊള്ളാം, കിടിലൻ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ മുഖത്ത് പോലും നോക്കാതെ ജഗദീപ് പറഞ്ഞു, അതെ, ഞാൻ ഒന്ന് വിസിലടിക്കണം എന്ന് കൂടി ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ഇപ്പോ കളക്ട്രേറ്റിലായി പോയില്ലേ, അതുകൊണ്ടാണ് എന്ന് ജഗദീപ് പറയുമ്പോൾ ശാലിനി ഒന്നും മിണ്ടാതെ ജഗദീപിന്റെ സംസാരവും അത്തരം ചേഷ്ടകളും ഒക്കെ അനുവദിക്കുന്നു എന്ന രീതിയിൽ ശാലിനി അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ചന്ദ്രബോസ് ദേഷ്യത്തോടെ ജഗദീപിനെ നോക്കി ജഗദീപിന്റെ കാലിന് ഒരു ചവിട്ട് കൊടുത്ത് ജഗദീപിനോട് അടങ്ങിയിരിക്കാനായി ചന്ദ്രബോസ് അറിയിച്ചു. ഈ സമയത്ത് ശാലിനി പറഞ്ഞു, അതെ, ഇവിടെ ജനങ്ങളെ സേവിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായും സത്യത്തിൽ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ സേവിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജോലികൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന്
നിയമം നമുക്ക് അല്ലെങ്കിൽ ഭരണകൂടം നമുക്ക് പണം നൽകുന്നു, ശമ്പളം നൽകുന്നു. അത് ഒരു കണക്കിന് നമ്മുടെ ഭാഗ്യമല്ലേ? നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലി അതിന് നമുക്ക് പണം കിട്ടുന്നു എന്ന് പറയുന്നത് അത്രമാത്രം എല്ലാവരും കരുതിയാൽ മതി. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നതും നമുക്ക് വേണ്ടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് നമ്മൾ ആർക്കെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അതുപോലെ അനുഭവിക്കേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു വിധവാ പെൻഷന് വേണ്ടി വരുന്നയാൾക്ക് അത് കൃത്യമായി ചെയ്തു കൊടുത്തില്ല എങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടേണ്ടി വരുന്ന ആനുകൂല്യങ്ങളും മക്കൾക്ക് കിട്ടേണ്ടി വരുന്ന ആനുകൂല്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാണ് നഷ്ടമാകുന്നത്. അക്കാര്യം എല്ലാവരും ഓർക്കുക. നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. ആ കാഴ്ചപ്പാടോടുകൂടി വേണം ഇവിടെ ജോലിയുമായി മുന്നോട്ട് പോകാൻ. ഇവിടെ എല്ലാവർക്കും കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫീസിൽ കൃത്യ ടൈമിൽ തന്നെ ഇവിടെ എത്തിയിരിക്കണം. കറക്റ്റ് ടൈമിൽ തന്നെ ഓഫീസിൽ വന്നെത്തുകയും കൃത്യമായി ജോലി ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ വൈകുന്നേരം നിങ്ങളുടെ ഡ്യൂട്ടി ടൈമിന് ശേഷം പിന്നെ ഒറ്റ ഒരാളും ഈ കോമ്പൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോരോ ജോലികൾ തന്നിരിക്കും. അന്നേ ദിവസം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഓരോ ജോലികൾ ഓരോരുത്തർക്കുമായി നൽകിയിരിക്കും. അത് അന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ അത് പൂർത്തീകരിച്ചിരിക്കണം എന്നതാണ് എന്റെ നിയമം. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്ന് ശാലിനി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഈ കളക്ട്രേറ്റിൽ ഓരോരുത്തരും കൈക്കൂലി വാങ്ങിക്കുന്നത് അക്കാര്യത്തിൽ അഴിമതി ഒരിക്കലും ഞാൻ ഇവിടെ വെച്ചു പുലർത്തുകയില്ല. ഒരു പ്യൂൺ ഇവിടെ എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്ന ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാൽ അക്കാര്യം പിന്നീട് അവർ ഓരോ തലത്തിൽ നിന്ന് ഉയർന്ന മേലെ മുകളിലേക്ക് പോകും തോറും അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ, അതിനേക്കാൾ ഏറെ കൂടുതൽ അഴിമതികൾ നടപ്പിലാക്കാൻ അവർ അതിനായി മുൻതൂക്കം നൽകും. അതുകൊണ്ട് തന്നെ അത്തരം അഴിമതികളെ ഒന്നും ഞാൻ ഒരിക്കലും ഇവിടെ വെച്ചു പുലർത്തില്ല എന്ന് ശാലിനി എല്ലാവരോടുമായി അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ അത് കേട്ടുനിന്ന ജഗദീപ് വളരെ സന്തോഷത്തോടെ കൈയടിച്ചു. ഈ സമയത്ത് ശാലിനി തന്റെ നിയമങ്ങളും തന്റെ കാഴ്ചപ്പാടുകളും എല്ലാവർക്കുമായി മുന്നിൽ പറഞ്ഞതിന് ശേഷം ശാലിനി പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം എന്ന് ശാലിനി അറിയിച്ചു. ആരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം വേണമെങ്കിലും ഇതിനെ എതിർത്ത് സ്വജന പക്ഷപാതം എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും നടത്തിയാൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്ന് ശാലിനി പറയുമ്പോൾ ഉടനെ അവിടെ ഇരുന്ന ശാലിനിയുടെ അരികിലിരുന്ന ശാലിനിയുടെ PA സുസ്മിതയ്ക്കൊപ്പം നിൽക്കുന്ന ആ അനുപല്ലവി വേഗം തന്റെ ഒരു കൈ ഉയർത്തി. വലത് കൈ ഉയർത്തിയത് കണ്ടതോടെ ചന്ദ്രബോസും സുസ്മിതയും വളരെ സന്തോഷത്തോടെ ശാലിനിക്കെതിരായി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ നോക്കി. അപ്പോഴേക്കും ആ പെൺകുട്ടി തന്റെ ഇടത് കൈ കൂടി ഉയർത്തി എല്ലാവരും കാണെ കൈയടിച്ചു. അത് കണ്ടതോടെ മറ്റുള്ളവരെല്ലാവരും കൈയടിക്കാൻ തയ്യാറായി. അവസാനം ശാലിനിക്ക് ആ ഓഫീസിലുള്ള എല്ലാ ജീവനക്കാരുടെയും കയ്യടിയോടുകൂടിയുള്ള ആദ്യത്തെ ദിവസം തുടങ്ങിയതിന്റെ ദേഷ്യത്തിൽ ചന്ദ്രബോസ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് സുസ്മിതയും ചന്ദ്രബോസും മാത്രം കൈയടിക്കുന്നില്ല എന്ന് ശാലിനിക്ക് മനസ്സിലായി. സുസ്മിത ചന്ദ്രബോസിനെ നോക്കുന്നതും ഉടനെ ശാലിനി ചന്ദ്രബോസിന്റെ മുഖത്തേക്ക് നോക്കിയതോടെ തനിക്ക് നേരെയുള്ള നോട്ടം എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാക്കിയ ചന്ദ്രബോസ് അറിയാതെ കൈയടിച്ചു. പിന്നീട് കൈയടിക്കാതിരുന്ന സുസ്മിതയുടെ നേരെ ശാലിനിയുടെ നോട്ടം വന്നതോടെ സുസ്മിതയും കൈയടിക്കാൻ തയ്യാറാകുന്നു. ഇല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ വരാൻ പോകുന്ന അന്വേഷണത്തിന്റെ കുരുക്കുകളെ കുറിച്ച് ഓർത്ത് സുസ്മിതയും ചന്ദ്രബോസും കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് ശാലിനിയെ അനുകൂലിക്കുന്ന രീതിയിൽ അവർ കൈയടിച്ച് പാസ്സായി. അതിനുശേഷം ജഗദീപും എല്ലാവർക്കും ഒപ്പം നിന്ന് കൈയടിച്ചു. പിന്നീട് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്ക് പോകാമെന്ന് ശാലിനി സ്റ്റാഫുകളോട് അറിയിച്ചതും അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ശാലിനിയോട് സുസ്മിത പറഞ്ഞു, അപ്പോ കാണാം മേയർ എന്ന് പറഞ്ഞ് ഷെയ്ഖാന് നൽകാൻ ഒരുങ്ങുമ്പോ ശാലിനി പറഞ്ഞു, കാണാതെ പറ്റില്ലല്ലോ എന്ന ശാലിനിയുടെ മറുപടി കേട്ട് സുസ്മിതയും ചന്ദ്രബോസും ആ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവിടെ തനിച്ചായ ജഗദീപിനോട് ശാലിനി പറഞ്ഞു, നന്ദിയുണ്ട് ജഗദീപ്, ഇവിടുത്തെ വിവരങ്ങളൊക്കെ കൃത്യസമയത്ത് എന്നെ അറിയിച്ചതിന്. അത് കേട്ടതും ജഗദീപ് പറഞ്ഞു, ഇവിടെ ശരിക്കും ആശാനെയും സത്യാമ്മയും വല്ലാതെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ രണ്ടെണ്ണം ഞാൻ ശരിക്കും സഖി കേട്ട സമയത്താണ് വിവരങ്ങളൊക്കെ നേരത്തെ വിളിച്ചറിയിച്ചത്. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, കൃത്യസമയത്ത് വിജിലൻസിന് മുൻപിരുന്ന കളക്ടറെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ജഗദീപ് കൈമാറിയത് കൊണ്ടുകൂടി മാത്രമാണ് എനിക്ക് പെട്ടെന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിക്കാൻ കഴിഞ്ഞതും ഇവിടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിച്ചതും എന്ന് ശാലിനി അറിയിച്ചു.
അത് കേട്ടതോടെ ജഗദീപ് പറഞ്ഞു, അല്ല ഇവിടെ മേഡം ചാർജ് എടുത്ത കാര്യം ഞാൻ എല്ലാവരെയും കൂടി ഒന്ന് അറിയിച്ചോട്ടെ, വീട്ടിൽ കൂടി പറഞ്ഞോട്ടെ. കുടുംബത്തെ കുറിച്ച് മേഡം പറഞ്ഞല്ലോ, മേഡത്തിന്റെ കുടുംബത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്നെ ആശാൻ പലപ്പോഴും കാണാറുള്ള സമയത്തൊക്കെ മേഡത്തെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. വർഷം ഇത്രയായിട്ടും ആശാന മനസ്സിൽ നിന്ന് മേഡം പോയിട്ടില്ല. മേഡം മാത്രമേ ആ മനസ്സിൽ അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ആശാന് ഒത്തിരി സന്തോഷമാകും. ആശാൻ ഒത്തിരി ആഗ്രഹിച്ചല്ലേ മേഡം ഈ കസേരയിൽ വന്നിരിക്കുന്നത് കാണാൻ. അതുകൊണ്ട് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ മേഡം എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇപ്പൊ വേണ്ട ജഗദീപേ, ഞാൻ പറയാം, സമയമാകുമ്പോൾ ഞാൻ ജഗദീപിനോട് പറയാം എന്നറിയിച്ചതും, എന്നാ ശരി മേഡം, ഞാൻ ഇറങ്ങിക്കോട്ടെ. ആശാനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് ആശാനെ മറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് അവിടെ നിന്നിറങ്ങി. ജഗദീപ് പോയി കഴിയുമ്പോൾ ജഗദീപ് പറഞ്ഞ വാക്കുകൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടി. ഇത്രയും വർഷമായിട്ടും ആശാന മനസ്സിൽ മേഡം മാത്രമേ ഉള്ളൂ എന്നും എപ്പോ കണ്ടാലും മേഡത്തെ കുറിച്ച് മാത്രമാണ് ആശാന സംസാരിക്കാനുള്ളത് എന്ന് ശാലിനിയോട് ജഗദീപ് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ശാലിനി ഓർമ്മിച്ചു. ഈ സമയത്ത് പുറത്തിറങ്ങിയ സുസ്മിത ചന്ദ്രബോസിനോട് ദേഷ്യപ്പെട്ടു. ചിറ്റപ്പൻ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ രണ്ടുപേരുടെയും പിന്തുണയില്ലെങ്കിൽ അവൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. എന്നിട്ട് കണ്ടില്ലേ അവൾ എന്തൊക്കെയാ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറായിരിക്കുന്നതെന്ന് എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു, ഇത് മോളെ, അവൾ ഇത്രയൊക്കെ കരുതിക്കുട്ടി ഇവിടേക്ക് വന്നതെന്ന് നമ്മൾ എങ്ങനെ അറിഞ്ഞേ? അവള് പറഞ്ഞത് കേട്ടില്ലേ, ഒറീസയില് അവിടുത്തെ ജനാധിപത്യത്തിനെ പോലും അവൾക്ക് നിസ്സാരമായിട്ട് അവരെ എല്ലാം മൂക്കുകുത്തിക്കേണ്ടി വന്നത്. മാത്രമല്ല അവിടുത്തെ ഭരണകൂടത്തെയും ജനപ്രതിനിധികളെയും, എന്തിനേറെ അവർ പോലും ഭയപ്പെടുന്ന തീവ്രവാദികളെ പോലും വരച്ച വരയിൽ നിർത്തിയ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു, ജില്ലാ കളക്ടറായിരുന്നു ശാലിനി എന്ന്, അസിസ്റ്റന്റ് കളക്ടറായിരുന്നു ശാലിനി എന്നുള്ള വിവരം അവൾ നമ്മളോട് പറഞ്ഞത് കേട്ടില്ലേ ചിറ്റപ്പ എന്ന് സുസ്മിത ചന്ദ്രബോസിനോട് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, ഇനി മോളെ അതിപ്പോ എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, ചിറ്റപ്പ നമ്മൾ അവൾ ഇവിടെ നിന്ന് പോയെന്ന് കരുതി അവളെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ പോയി. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. സത്യത്തിൽ നമ്മൾ അവളെ കുറിച്ച് നേരത്തെ തന്നെ അറിയേണ്ടതായിരുന്നു ചിറ്റപ്പ. ചിറ്റപ്പൻ ഓർമ്മയുണ്ടോ ഈ കഴിഞ്ഞ 6 വർഷക്കാലത്തെ കഥകൾ ചിറ്റപ്പൻ അറിയാമോ? അന്ന് ശാലിനി മസൂറിയിലേക്ക് പോയതിനു ശേഷം ശാലിനി അവിടേക്ക് ട്രെയിനിങ്ങിനായി പോയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ നേരെ പരോള് തീർന്ന് നേരെ ജയിലിലേക്ക് മടങ്ങി. അവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാന്ന് ചിറ്റപ്പൻ അറിയാവോ? അത് മറ്റൊരു ലോകമാണ് ചിറ്റപ്പ. അവിടെ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും, എന്തിന് കൊലപാതകികളും അടക്കം ലൈംഗിക തൊഴിലാളികൾ വരെ അവിടെ എന്റെ കൂടെ അന്തി ഉറങ്ങിയിട്ടുള്ള നാളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഒപ്പമുള്ള ആ ജീവിതം അത് എത്രത്തോളം യാതന നിറഞ്ഞതും നരകതുല്യമായതുമാണെന്ന് ചിറ്റപ്പൻ അറിയാവോ? നിങ്ങൾ പലപ്പോഴും പുറത്തുനിന്ന് അവിടെ വന്ന് എന്നെ കാണാനായി എത്തും. സുഖമാണെന്ന് എന്നോട് ചോദിക്കും. അപ്പോഴൊക്കെ സുഖമാണെന്ന് ഞാൻ പറയും. അത് എനിക്ക് അവിടെ സുഖമായിട്ടല്ല, ഞാൻ പരാതിപ്പെട്ടിട്ടും കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് അത് മറ്റൊരു ലോകം തന്നെയായിരുന്നു ചിറ്റപ്പ. എന്നാൽ പുറം ലോകത്ത് അങ്ങ് UK ജോലി ചെയ്യുന്ന രാജശേഖറിന്റെയും സർളയുടെയും മകൾക്കാണ് ഈ ദുർവിധി വന്നത് എന്ന് പോലും മറന്ന് എന്റെ യൗവനവും എന്റെ നല്ല പ്രായവുമെല്ലാം ഞാൻ ഹോമിച്ചത് ആ ജയിലഴികൾക്കുള്ളിലാണ്. അന്ന് തണുത്തുറഞ്ഞ ആ സിമന്റ് തറയിൽ കവിള് ചേർത്ത് കിടന്നിരുന്ന കരഞ്ഞു തീർത്ത ആ രാത്രികളിൽ ഞാൻ മനസ്സിൽ ആശ്വാസം കൊണ്ടത് എന്തുകൊണ്ടായിരുന്നോ? ഇതിനൊക്കെ കാരണക്കാരിയായവളുടെ ജീവിതം അത് തകർന്നു പോയല്ലോ എന്നോർത്ത്, അവളുടെ കുടുംബം അത് ചിന്നിച്ചിതറി ഇല്ലാതായി തീർന്നല്ലോ എന്ന ആശ്വാസം മാത്രം. അവൾക്കിനി ഒരിക്കലും ഒരു കുടുംബ ജീവിതം ഉണ്ടാവുകയില്ല എന്നും ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പമുള്ള ഒരു ജീവിതം അവൾക്കിനി ഒരിക്കലും ലഭിക്കില്ലല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ അന്ന് നിന്നത്. എന്നാൽ അവൾ എനിക്കെതിരെയുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയായിരുന്നു. അങ്ങ് കണ്ണെത്താ മറയത്ത് നിന്നുകൊണ്ട് അവൾ നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ട് അവൾ നമുക്ക് നേരെ പാഞ്ഞെത്തുന്നതിനായിട്ടുള്ള കരുക്കൾ നീക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്ത് അവൾ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോ അവൾ നമുക്ക് മുകളിലായി അധികാരത്തിന്റെ എല്ലാ പദവികളും അവൾക്ക് മാത്രമായി സമ്മാനിച്ച് അവസാനം അവളുടെ മുന്നിൽ വെറുതും ആജ്ഞാനവർത്തികളായി നിൽക്കേണ്ടി വന്ന ഈ അവസ്ഥയിൽ പോലും ശരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ചിറ്റപ്പ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഇനി മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഗവൺമെന്റ് അവൾക്ക് നൽകിയിരിക്കുന്ന കളക്ടർ എന്ന പദവി അത് സത്യത്തിൽ മേയർ എന്ന നിന്റെ പദവിയേക്കാളും ഒരു പടി താഴെ തന്നെയാണ്. നീ മനസ്സിലാക്കിക്കോ. അത് അവളുടെ ആ സ്ഥാനം നിയമം നൽകുന്നതാണ്, ഗവൺമെന്റ് നൽകിയിരിക്കുന്നതാണ്. എന്നാൽ
നിന്റേത് ജനപ്രതിനിധി എന്നുള്ള ഈ സ്ഥാനം ജനങ്ങൾ നിനക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവളെക്കാൾ ഉയർന്ന പദവി നിന്റെ ഈ മേയർ സ്ഥാനം തന്നെയാണ് മോളെ എന്ന് സുസ്മിതയോട് ചന്ദ്രബോസ് പറയുമ്പോൾ ഒലക്ക എന്ന് പറഞ്ഞ് സുസ്മിത ചന്ദ്രബോസ് നേരെ തിരിഞ്ഞു. എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്? ഇവിടെ മേയറിന് എന്ത് പദവി ഉണ്ടെന്നാ ചിറ്റപ്പൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് ഗോവിന്ദ, ഹരിഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് അരികിലേക്ക് എത്തി. ജഗദീപ് അരികിലേക്ക് വന്നതും ഉടനെ ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും സംസാരം കേട്ടിട്ട് ചന്ദ്രബോസ് വന്ന് പറഞ്ഞു, ചിറ്റപ്പ എന്റെ നേരെ ദേഷ്യപ്പെടാൻ വരട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, ചിറ്റപ്പൻ ഇപ്പോ ഇവളോട് പറഞ്ഞു കൊടുത്ത കാര്യം കൂടുതൽ വിശദീകരിച്ച് അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ സുസ്മിതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇവിടെ വിജയിച്ചിരിക്കുന്നത്, മേയർ സ്ഥാനത്തിരിക്കുന്നത് വെറും 13 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അക്കാര്യം നീ മറക്കരുത്. നിനക്കൊപ്പം നിൽക്കുന്നത് വെറും 3 കൗൺസിലർമാർ. അവർക്ക് എന്തെങ്കിലും ഒരു മനമാറ്റം സംഭവിക്കുകയോ അവരൊന്ന് കുതുകാൽ വെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ നീ വീണ്ടും വെറും ഒരു കൗൺസിലറായി മാറും. അതിനുശേഷം ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നിനക്ക് മേലുണ്ടായ അഴിമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് ഇനിയും നിന്റെ മേൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വന്നാൽ, ഇനിയും ഒരു ഇലക്ഷൻ സംഭവിച്ചാൽ അന്ന് നീ തെങ്കാശി പട്ടണം പോലെ, ശിവകാശി പട്ടണം പോലെ നീ പൊട്ടിത്തീരും. അത് തീർച്ചയാണ്. അത് മാത്രമല്ല, അങ്ങനെ നീ പിന്നെ അങ്ങനെ ഒരു ഇലക്ഷൻ നേരിടേണ്ടി വന്നാൽ അതിനുശേഷം നീ വെറും ഒരു പ്രതിനിധി പോലും അല്ലാതെ വെറും ഒരു ജനമായി മാറും. അക്കാര്യം നീ മറക്കണ്ട. അങ്ങനെ ഒരു അവസ്ഥ നിനക്കായി കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം ജഗദീപ് സുസ്മിതയെ ഓർമ്മപ്പെടുത്തുമ്പോൾ കലിയോടെ സുസ്മിത ചന്ദ്രബോസിനെ നോക്കുന്നു.